ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നിവിടെ എന്താ ചെയ്യാൻ പോകുന്നതാണ്, ഇപ്പോൾ നമ്മൾ കാനഡയിലാണ്. കാനഡയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ആടിയുണ്ട്. ഒരു 1973 ആടി 350 ഒരു 1976 ആടി 400 ഉണ്ട്. സോ നമ്മൾ വിൻ്റർ കഴിഞ്ഞു, ഇപ്പോൾ സമ്മറായി. സമ്മറിൽ ഇപ്പം തൽക്കാലത്തേക്ക് എടുത്ത് ബാക്ക് ആടി വെച്ചിരിക്കുന്നതാണ്. വിൻ്റർ നമ്മൾ സ്റ്റോർ ചെയ്തത് ഗ്യാരേജിലായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നിട്ട് അതിപ്പം നമ്മൾ സമ്മറായി. അപ്പോൾ നമുക്ക് സമ്മറിലേക്ക് വണ്ടിയുടെ എന്താണ് ഇപ്പോൾ ഓൾറെഡി കവർ ചെയ്ത് വെച്ചിരിക്കുക. ഗ്യാരേജിൽ നിന്ന് നമ്മൾ ബാക്ക് ആയിട്ട് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓണാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല. സോ ഒരു സീസണിൽ, അതായത് ഒരു സീസൺ കഴിഞ്ഞ് അപ്പോൾ അടുത്ത സമ്മർ സീസണിലേക്ക് വണ്ടി അൺകവർ ചെയ്യുന്നതും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കണം. 2 വണ്ടി സ്റ്റാർട്ടാവുമെന്ന് അറിയണം, ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് അറിയണം. സോ നമുക്ക് 2 വണ്ടിയുടെ കീ ഉണ്ട് കയ്യിൽ. സോ നമുക്കിനി എന്താണെന്ന് വെച്ചാൽ ഇനി ബാക്ക് യാർഡിലേക്ക് പോയിട്ട് അത് വണ്ടി നമുക്ക് കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ആവുമെന്ന് നോക്കണം. സോ സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ജമ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. മെയിൻലി ഉദ്ദേശിക്കുന്നത് വണ്ടി കാണിക്കാൻ, വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് മാത്രം കാണിക്കാൻ എന്നുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് മെക്കാനിക്കലായിട്ടൊന്നുമില്ല. ജസ്റ്റ് വണ്ടി ഓണാക്കുക, എത്രാമത്തെ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ആവാതെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാറുണ്ട്. സോ നമുക്ക് കീ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്ക് യാർഡിലേക്ക് പോകാം. സോ നമുക്ക് ബാക്ക് യാർഡിലേക്ക് പോകാം. അത് ഇവിടുത്തെ ഡോഗാണ് സ്നോ. സോ നമുക്ക് ബാക്ക് യാർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ബാക്ക് യാർഡിൽ ഇതേ വണ്ടി ഇവിടെ 2 സ്റ്റോർ ചെയ്തിരിപ്പുണ്ട്. നോയ്സ് ഉണ്ട്, അത് ഈ ഒരു AC-യുടെ ആണ്, സെൻട്രലൈസിൻ്റെ. സോ നമുക്ക് ബാക്ക് യാർഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് മെയിൻ ഒരു കവറാണ്. ഈ കവറിൻ്റെ താഴത്ത് 2 ഇൻഡിവിജ്വൽ കവർ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സോ ഇവിടെ കുറച്ച് നോയ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എക്സോസ്റ്റ്, അതായത് സെൻട്രലൈസ് AC-യുടെ സൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഇതിരിക്കണത് അവിടെയാണ്, ഫാൻ ഇരിക്കണ അവിടെയാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ കുറച്ച് ടേബിൾ കുറച്ച് നീക്കി വെച്ചിട്ട് നമുക്ക് ഇതിനെ അൺകവർ ചെയ്ത് തരാം. സോ നമുക്കിത് അൺകവർ ചെയ്യാം. പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് മൂടിയിട്ടിരിക്കുക. നമുക്ക് ജസ്റ്റ് അയച്ചു രണ്ട് വണ്ടി ഇൻഡിവിജ്വലി കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്യാരേജിൽ നിന്ന് സമ്മർ ആയതുകൊണ്ട് ഗ്യാരേജിൽ പണി വിൻ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും തിരിച്ചെടുത്ത് ഗ്യാരേജിലേക്ക് സ്റ്റോർ ചെയ്യും. അത് തൽക്കാലം ഗ്യാരേജിൽ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് സോ വണ്ടി കാണിച്ചു തരാം. സോ ഇതാണ് താഴത്തെ കുറച്ച് ഗാർബേജ് നോക്കണ്ട, ഇവിടെ കാറ്റടിച്ച് വീണതാണ്. ഇതാണ് നമ്മുടെ 76 ആടി 400. ഇത് വേറൊരു ലിമിറ്റഡ് എഡിഷനാണ്. ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നതാണ് ഈ ഒരു പെയിൻറ്റ് സ്കീം. അത് നമ്മുടെ 73 ആടി 350. ഇത് നാട്ടിലുള്ള പോലെ സെയിം തന്നെയാണ്. സോ ഇനി നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഓൺ ആവുമോ എന്നുള്ളതാണ്. സോ നമുക്കിനി ഇതിൻ്റെ ഫർദർ നമുക്ക് നോക്കാം. ഇതെന്തായാലും ഒന്ന് ആടി 400 ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ 400 ആദ്യം എൻ്റെ ഫസ്റ്റ് ബൈക്ക്. സോ അത് കഴിഞ്ഞിട്ടാണ് 350 എടുത്തത്. സോ നമുക്കിനി 400 സ്റ്റാർട്ടാകുമായിരിക്കും. കീ ഉണ്ട് കയ്യിൽ. സോ നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. സോ ഇത് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഇതാണ് 400ൻ്റെ കീ. 1976 400 എഴുതിയിട്ടുണ്ട്. സോ ഇതിൻ്റെ കീ ഉണ്ട്. നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്യാൻ
പെട്രോള് നേരെ ഇതിലേക്കായിരിക്കുക. എന്നിട്ട് ചോക്ക് വേണം. ആദ്യം നമ്മൾ എന്തെടുക്കുന്നത് വെച്ചാൽ ഈ ക്ലച്ച് ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് കിക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് കുറച്ച് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. സോ അത് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആംഗിൾ കിട്ടാൻ വേണ്ടി നോക്കട്ടെ. ഇതാ ഇവിടെ ഇരിക്കുമെങ്കിൽ വണ്ടിയുടെ സീറ്റിൽ കൊണ്ടുവെക്കാം. സോ ഇത് ഓൺ ആവാൻ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഓൺ ആക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലച്ചൊക്കെ പിടിച്ചിട്ട് ഇത് 2-3 പ്രാവശ്യം ഒന്ന് കിക്കർ ഒന്ന് കിക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്നാലാണ് ആ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടി നമ്മൾ 2-3 കിക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം വെച്ചാൽ വണ്ടി ഓണായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതാണ് വണ്ടിയുടെ 400 കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്, കുറച്ചുകൂടെ സീറ്റ് ഹൈറ്റ് എല്ലാം വ്യത്യാസമാണ്. സോ നമ്മൾ ആദ്യമേ വണ്ടി കീ എന്ന് ഓണാക്കുന്നതിന് മുമ്പേ ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് കിക്ക് ചെയ്തേ കൊടുക്കുക. പിന്നെ നേരെ കിൽ സ്വിച്ച് ഓണാക്കുക. ബാറ്ററി ഓണാക്കുമ്പോൾ പറയാം ഓക്കെ ബാറ്ററിക്ക് ചാർജ് ഉണ്ട്. സോ ആദ്യം നമ്മൾ കില്ല് ചെയ്യേണ്ട. ഫ്യൂൽ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഓൾറെഡി ഓണാണ്. ചോക്ക് പിടിക്കേണ്ടി വരത്തില്ലായിരിക്കും. നമുക്ക് എന്താണെങ്കിലും ഒന്ന് ഓണാക്കാൻ നോക്കാം. ഓണാവുന്നില്ല. ഓണാവുന്നില്ല. ഓണാവും. ലക്ഷണം കാണിച്ചു. എന്താണെങ്കിലും ഓണാവും, പ്രശ്നമില്ല. നമുക്ക് 2-3 അടിക്കൂടി ഉള്ളിൽ ഓൺ ആയിക്കോളും. കാരണം ഫ്യൂൽ ഇറങ്ങാൻ വേണ്ടി എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. കാരണം ഇത് അധികം ഇടാൻ പറ്റത്തില്ല കീ ഓൺ ആക്കിയിട്ട്. ഓണാവുന്നില്ല. സോ നമുക്ക് തൽക്കാലം ഇതവിടെ നിർത്തി വെച്ചിട്ട് ഇനി 350യുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഫ്യൂൽ എന്താണെങ്കിലും ജസ്റ്റ് റൺ ആവട്ടെ. ഓണാവും, പക്ഷേ ഇപ്പം പാടായിരിക്കും. സോ നമുക്ക് തൽക്കാലം ഈ 400 അങ്ങോട്ട് കുറച്ച് മാറ്റി വെക്കാം. സോ നമുക്ക് 350യിൽ എന്താ അവസ്ഥ എന്ന് നോക്കാം. സോ 400 മാറ്റി നമുക്കിനി 350 നോക്കാം. ഇവിടെ കുറച്ച് ഫ്യൂവൽ ഈ ടാങ്ക് ലീക്കുണ്ട്. ഈ ഓയിൽ ടാങ്കിന് ലീക്കുണ്ട്. സോ കുഴപ്പമില്ല, ഒരു ക്ലോത്ത് എടുത്തിട്ടൊന്ന് തുടയ്ക്കാം. തൽക്കാലം നമുക്കിനി അടുത്തത് 350 ഓൺ ആവുമോ എന്ന് നോക്കണം. ഇനി നമുക്ക് 350യിലേക്ക് കിടക്കാം. Same process. പെട്രോൾ ഓണാക്കുക. ഷോക്കിടുക. ആദ്യമേ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ട് ഈ ഓണാക്കുക. സിമ്പിളായിട്ട് ഓണായി. 350 ഒറ്റയടിക്ക് തന്നെ കറക്റ്റായിട്ട് ഓണായിട്ടുണ്ട്. ഇത് വലിയ അധികം മെനക്കെടുത്തില്ല. 350 കുറച്ച് സിമ്പിളായിട്ട് ഒരടിക്ക് ഓണായി. സ്മോക്കിങ് കാര്യങ്ങളുണ്ട്. നമ്മൾ അധികം വണ്ടി ഓണാക്കിയതുകൊണ്ട് അധികം റെവ് ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് അധികം റെവ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ വണ്ടി ഇങ്ങനൊന്ന് ഹീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഓണാക്കാം. സോ ഇത് മറ്റേ 400 ആയിരുന്നു കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ പക്ഷേ തൽക്കാലം 350 പോകുന്നുണ്ട്. സോ മനസ്സൊന്ന് റണ്ണായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി നോക്കാം. 350 സെറ്റായി, പിന്നെ റണ്ണിങ് ആയി. എൻജിൻ ഓൾറെഡി ചൂടായി. തണുപ്പ് തരുന്നതിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല എന്താണെങ്കിലും. സോ നമുക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം.
സോ നമുക്കിനി 350 അധികം കിടന്ന് നോക്കണ്ട. തൽക്കാലം പെട്രോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് വണ്ടി ഒന്ന് ഓഫ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കീ ഓൺ ആക്കണം. ഇത് ചെറിയ കുഞ്ഞ് 6 വോൾട്ട് ബാറ്ററിയാണ്. സോ അപ്പം നമ്മൾ കുറച്ചുകൂടെ കെയർ ആണ്. ഇനി 400ൻ്റെ എന്താ അവസ്ഥ എന്ന് നോക്കാം. ഇതായിരുന്നു സാധാരണ പെട്ടെന്ന് ഓൺ ആവുന്നത്. ഇത് ലാസ്റ്റ് ഇയർ വാങ്ങിച്ചതാണ്. അപ്പം ഇത് ഭാഗ്യത്തിന് ഒരു കിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ എന്താ അവസ്ഥ എന്ന് ഇവിടെ നോക്കാം. 400 ഓൺ ആക്കാൻ നോക്കാം. ഇത് ഓൾമോസ്റ്റ് ഓൺ ആവും. പക്ഷേ പെട്രോളിന് നമുക്ക് ഓണാക്കണ്ട. ഇതിൻ്റെ ഇതൊന്നും നോക്കാം. എനിക്കറിയില്ല ഇതിൻ്റെ ഓയില് എല്ലാം കുഴപ്പമൊന്നും അറിയത്തില്ല. സോ നമുക്കൊന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്യാം. വെറുതെ നോക്കണ്ടല്ലോ. സോ നമുക്കൊന്ന് ഓയിൽ ചെക്ക് ചെയ്തേക്കാം. കാരണം ഇതിനകത്തൊന്നും അധികം സ്മോക്കും വരുന്നില്ല. സോ ഇത് നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 12 വോൾട്ട് നമ്മുടെ CCTVയുടെ ഒക്കെ ബാക്കപ്പിന് വെക്കുന്ന ബാറ്ററിയാണ്. അതിനകത്ത് ഓയിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ അതിനകത്ത് സ്മോക്ക് അധികം വരുന്നില്ല. സോ നമുക്ക് എന്തായാലും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ഇതിനെന്തോ ഒരു തണുപ്പടിച്ചതിൻ്റെ ആയിരിക്കും. മറ്റേതിരിക്കുന്ന ഓൾറെഡി ആസിഡ് ബാറ്ററി തന്നെയാണ്. സോ ഇതിന് കുറച്ചൊന്ന് താഴത്തെ ആൾക്കാരുണ്ട്. അധികം നമ്മൾ ഈ ബാക്കിൽ കിടന്നായതുകൊണ്ടേ. സോ എന്തായാലും നോക്കാം. എന്തായാലും നമുക്കൊന്ന് റെഡി ആവുമോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോവാം. രണ്ട് കാർബറേറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ രണ്ട് ടോണിലായിരിക്കും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് കാർബറേറ്റർ ആയതുകൊണ്ടിട്ട് നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ രണ്ട് കാർബറേറ്ററാണ് ഇതിൻ്റെ സ്ക്രൂ, അതായത് ഇതിൻ്റെ സ്ലോ സ്പീഡ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടായതുകൊണ്ട് അപ്പം ഇച്ചിരി പാടാണ് ഒരുമിച്ച് ഒരേപോലെ ട്യൂൺ ചെയ്ത് കിട്ടുന്നത്. പിന്നെയും ഇത് ഓഫായി. സോ ഇത് തൽക്കാലം ഒരു പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ത്രോട്ടിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കത് പോരാൻ തോന്നുന്നു. കുറച്ചും കൂടെ ത്രോട്ടിൽ ജാം ചെയ്ത് വെച്ചിരിക്കുക. ഇതൊന്ന് ചൂടാവേണ്ട ഒരു പ്രശ്നമുണ്ട്. 350 കുഴപ്പമില്ല. സോ ഇതായിരുന്നു. ഇനി ഇപ്പോൾ ഇവിടെ സമ്മർ ആവാറായി. നമുക്കിനി വണ്ടിക്ക് പയ്യെ ഒന്ന് പുറത്തോടെ കിടക്കണം. ഇന്നിനി എന്താണെങ്കിലും സമയത്ത് ഓൾറെഡി തണുപ്പായി. ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇതിൻ്റെ കണ്ടീഷൻ ഓൺ ആവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു. സോ ഇതാണ് 76 400
ശേഷം വണ്ടി ഒന്ന് ഓണായി. തൽക്കാലം ഒന്ന് എഞ്ചിനൊന്ന് സിലിണ്ടറൊക്കെ ഒന്ന് ചൂടായി വരുന്നു. എഞ്ചിൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നോട്ടൊക്കെ വരുന്നത്. ഇത് കുറച്ചുകൂടെ സൈലൻ്റാണ്. സോ ഇത് പിന്നെ പ്രശ്നമില്ല, ഓണായിക്കോളും. സോ നമുക്കിനി ഇതിൻ്റെ ഒരു റൈഡ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഈ ഒരു സീസണിൽ. സോ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷം. ഈ വണ്ടി ഒന്ന് ചൂടാവട്ടെ. സോ അപ്പോൾ നമുക്കിനി നോക്കാം. നമ്മുടെ 2 വണ്ടി ഫോണാണ്. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല, ഓണായിട്ടുണ്ട്. സോ ഓണായി, വലിയ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ 350 വലിയ പ്രശ്നം ഓൾറെഡി ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിന് കുറച്ചുകൂടെ സ്ലോ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തായാലും നമുക്ക് നോക്കാം. സോ നമ്മുടെ 2 വണ്ടിയും ഇത് ഓൺ ആയിട്ടുണ്ട്. വലിയ പ്രശ്നം കാണിച്ചില്ല, ബാറ്ററി ജമ്പ് ചെയ്യേണ്ടിയൊന്നുമില്ല. 350 ആണ് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഓണായി. 400 കുറച്ച് കിക്കർ ചെയ്യേണ്ടി വന്നു. എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒന്ന് മനസ്സിന് എഞ്ചിൻ വാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതൊന്ന് കഴുകി ഇനി അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് കഴുകി. ഇപ്പം ഓൾറെഡി മഴ, ഇന്നത്തെ ദിവസം കുറച്ച് മഴയും കുറച്ച് വെയിലും ഒക്കെ ആയിട്ടായിരുന്നു. സോ ഇതിന് തിരിച്ച് ഇവിടെ തന്നെ എങ്ങനെ കണ്ടോ അതേപോലെ തിരിച്ച് മൂടിയൊക്കെ വെച്ച് ഇന്ന് കഴുകുന്നില്ല. കഴുകി കഴിഞ്ഞാൽ വെയിലില്ലാത്തതുകൊണ്ട് ക്രോമൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ചീത്തയാവും. സോ അങ്ങനെ ഇതിന് പിന്നെ ഒരു പണി ഇപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിലിൻ്റെ ലീക്കുണ്ട്. ഓയിൽ ടാങ്ക് സെപ്പറേറ്റ് റിസർവറാണ്. അപ്പോൾ അതിൻ്റെ ലീക്ക് കാണിക്കുന്നുണ്ട്. അതിനി കൂടുതൽ ഓവർ ആയതുകൊണ്ടാണോ അറിയത്തില്ല. സോ നമുക്കിനി ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. 2 വണ്ടിയും സ്റ്റോർ ചെയ്തുകൊണ്ട് അകത്ത് വിൻ്ററിൽ അകത്ത് സ്റ്റോർ ചെയ്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അപ്പോൾ നമുക്കിനി എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ നമുക്കിനി ഫ്യൂച്ചർ വീഡിയോസായിട്ട് നമുക്ക് ഈ ചാനലിൽ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇത് പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. കയ്യിലിരുന്ന വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് പണികളൊന്നുമില്ല. സോ നമുക്കിനി അടുത്തതായിട്ട് ചെറിയ റൈഡ് വീഡിയോസ് ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാൻ ഇവിടെ സാധനങ്ങളിരിക്കുന്നത് അങ്ങനത്തെ ഫ്രണ്ടിൽ കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ തണുപ്പും, അപ്പോൾ നമുക്ക് ഓടിക്കുന്നില്ല.